ഹായ് ഡിയേഴ്സ്, ഞാൻ ഈ കെട്ടിയോനെയും കൂട്ടിക്കൊണ്ട് ഇത് എങ്ങോട്ടേക്കാണെന്നല്ലേ കെട്ടിയൊന്ന് വഴക്കിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെക്കപ്പിന് പോവുകയാണ്. വിനുവേട്ടനൊരു ജാനുവരി 6 കഴിഞ്ഞ വർഷം ജാനുവരി 6 ചെറിയൊരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പോകുന്നതാണ്. അപ്പോൾ പോകും വഴി സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ രണ്ടുപേരെയും നേരത്തെ പോയി വിളിച്ചതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ പോയത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുടയിൽ കയറി ആടിപ്പാടി ഓടിപ്പോകുന്നതാണ് ഈ കാണുന്നത്. അവിടെ ചെന്ന് 4 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഫയലെടുത്ത് നമ്മളിത് ആ കുത്തിയിരിപ്പായി നമ്മൾക്ക് കാണേണ്ടത് ഡോക്ടർ നജീബ് ന്യൂറോ സർജനെയായിരുന്നു. അപ്പോൾ സാറിനെ 4:30 വരുള്ളൂ. അപ്പോൾ അതുവരേക്കും നമ്മളവിടെ കട്ട പോസ്റ്റായിരുന്നു. ഇതിനിടെ കക്ക് വൈലൻ്റായി കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരുന്നു. അതിനുശേഷം 4:30 ഡോക്ടർ വന്നു. ഡോക്ടറിനെ കണ്ടിട്ട് നമ്മളവിടെ നിന്ന് നേരെ തിരിച്ചു. അപ്പോൾ ഡിസംബർ തുടങ്ങിയത് കൊണ്ട് തന്നെ വഴിയോരത്ത് നക്ഷത്രങ്ങളുടെ ബഹളമായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് സന്ധ്യ ആയതുകൊണ്ട് തന്നെ ആകാശത്തിന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ണങ്ങാട്ട് പാലം ഇറങ്ങി നമ്മൾ ചെന്നത്. കണ്ണങ്ങാട്ട് പാലം ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു പുതിയ ഷോപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പപ്സിൻ്റെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കാർ ഓടിച്ച് ചെന്നത്. അവിടെ ചെന്നപ്പോൾ പല വെറൈറ്റി ഓഫ് പപ്സുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ സാധാ എഗ് പപ്സ് ആയിരുന്നു. അങ്ങനെ അത് സോസ് ഒഴിച്ച് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റായിരുന്നു. ഭയങ്കര സോഫ്റ്റായിരുന്നു. ഒരുപാട് വെറൈറ്റി പപ്സിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂട്യൂബിലൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളും പോയത്. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മളുടെ കണ്ണിൽ കിളിക്കൂട് പെട്ടത്. അങ്ങനെ നമ്മൾ കിളിക്കൂട് ട്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കിളിക്കൂടിൽ ഒരു കാടക്കോഴിയുടെ മുട്ട ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമേയുള്ള ഫില്ലിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ വെർമിസിലി ഉണ്ടല്ലോ, അതാണ് ഉള്ളിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കട്ട്ലൈറ്റിൻ്റെയൊക്കെ അത് ഒരു മിക്സാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ കുറേ മലബാർ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ പാൽ ചായ കുടിച്ചു. പിന്നെ നമ്മൾ കഴിച്ചത് വെറൈറ്റി ഓഫ് എന്ന് പറയാം പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടീ ആയിരുന്നു. പല വെറൈറ്റി ഓഫ് ടീസ് ഉണ്ടായിരുന്നു. ലെമൺ ടീ, ഗ്രേപ്പ് ടീ, അങ്ങനെ പലതും. അങ്ങനെ എല്ലാം തിന്ന് നക്കി വെടിച്ച് നാക്കി ചുണ്ടും നക്കി നമ്മൾ നേരെ വിട്ടത് വീട്ടിലേക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നേരെ വിരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് വീഡിയോ അടുത്തത് ഇടുമെന്ന ചിന്തയിലായി. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട.